ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മി സിജെ. നമ്മൾ കളിക്കാൻ പോകുന്നത് ബാത്ത് ഹൗസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണെന്ന് തോന്നുന്നു. പാർട്ട് 4 വീഡിയോ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, മാക്സിമം സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് എൻഡിങ് ആയിരിക്കും. പക്ഷേ നാലാമത്തെ ഒരു ദിവസം കൂടി കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഉണ്ടായിരിക്കും, അറിയാൻ പാടില്ല. നമ്മൾ ലാസ്റ്റ് ഇവിടെ വെച്ചാണ് നിർത്തിയത്. അപ്പോൾ ഇനി നമ്മൾ എന്തായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് ആരാണ്ടൊക്കെ ഒരു പ്രേതം നമ്മളെ ബാത്ത് ഹൗസിൽ വന്ന് ഇവിടെ വന്ന് പ്രഗ്നൻ്റായി കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു വന്നിട്ട്. അപ്പോൾ അപ്പൂപ്പമ്മ നമ്മളോട് മിറർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ അടി കൂടിയൊക്കെ പ്രേതം അതായിരുന്നു. ഇവിടെയാണ് സാധനം ഇരിക്കണം. ഓക്കെ, നമ്മളോട് മിറർ കഴിക്കാനാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാൻ പോലെ. പക്ഷേ ഇപ്പോൾ തന്നെ പോയി ഞങ്ങൾ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കഴുകടാ. പക്ഷെ ആ പോസ്റ്ററിൽ കാണണമില്ലേ അവനൊക്കെ ഇവൻ നമ്മുടെ ബാത്ത് ഹൗസിൽ കയറി വന്ന്. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ആ ചേച്ചി പോയി, പക്ഷെ ചേച്ചി പോയില്ലായിരുന്നു. ഇവിടെ അടങ്ങി പേടി. ഇവിടെ ആയിട്ടാണ് ആ ചേച്ചി ആ കൊച്ചിനെ പ്രഗ്നൻ്റ് ആക്കി. ഓ, പേടിച്ച് കണ്ടോ. ഓക്കെ, ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എവിടെ ക്ലീനാക്കണ്ട? ക്ലീനായി കഴിഞ്ഞില്ലേ? ഓ, എനിക്കത് നമ്മൾ അപ്പുറത്തെല്ലാം ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നതാണ്. ഞാൻ പറയല്ലേ, നമ്മളിവിടെ ക്ലീനാക്കാൻ പറഞ്ഞു. ഓ, നമുക്ക് ബാത്ത് ചെയ്യണമെന്നാണ്. വയസ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇവിടുന്ന് ആരോ വന്നെന്ന് പറയാൻ പറ്റിയല്ലേ. അവിടെ ഇന്നലെ കുളിച്ച് മീനിങ്ങാന്നും കുളിച്ച് പ്രേതം നമ്മുടെ അത് ഇവിടെ വന്ന് നിന്നു. എന്നിട്ട് നമ്മൾ വിളിക്കണം, നമ്മൾ സമ്മതിക്കണം. ഇതെന്ത് വണ്ടി അവിടെയാണ് വന്ന് പ്രേതം നിന്നത്. എന്നിട്ട് അവിടെ കയറി തന്നെ വിളിക്കാൻ പോകും. ഓ, ബുദ്ധി മതി. ഓക്കെ, ചാകണേ ചാകണം. ആരണ്ട് നടന്നു വേടാ. I am at limit. And I told him, run. ചേച്ചി ഒരു പോയില്ലേ? ഇതാര്? ഉമ്മിക്ക് മിൾക്ക് മിൾക്ക്. ഈ ചേച്ചി ഇപ്പം മിൾക്ക് ചോദിച്ചല്ലോ. ഇവരാരടാ? ഒരു മൂന്നുണ്ടോ? മൈ മിൾക്ക്. Their milk at my supermarket. Oh, അവരുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? Come pick the milk up. What is this place? ഇത് എവിടെയാടാ? ഇതാണ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ശബ്ദം കണ്ട നമ്മുടെ കണ്ണുകൾ അവരുടെ കയ്യിലുണ്ട്. എന്ത് ചിരികളാ? പാല് അവരുടെ കടയിൽ സഹായിച്ചു കൊടുത്തതിന് അവര് പാല് തരാന്ന്. ഗൈസ്, നമ്മളില്ലേ ആ സാധനമൊക്കെ പെറുക്കി അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടാ. ഓ, ഇനിയുണ്ടോ? ഇത് ലാസ്റ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേ സാധനങ്ങളൊക്കെ കളച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചി അപ്പം അമ്മൂമ്മ പറഞ്ഞത് നമ്മളോട് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാല് തരാമെന്നാണ്. ഇട്ടാണ്. ഓ, പാല് തന്നിട്ട് നമുക്ക്
എന്ത് തന്നിട്ടാ? ഇത് നിനക്ക് ആവശ്യം വരെ നീ പിടിച്ചു വന്നു. 20 വർഷത്തിന് മുമ്പ്. ഓ പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടലൊക്കെ വെച്ച് നോക്കുമ്പോ ഒരുത്തല്ലേ ഒരു പോസ്റ്ററിൽ കാണിക്കണ വാണ്ടഡ് പോസ്റ്ററിൽ കാണിക്കരുതന്നെ, അവൻ്റെ ചേച്ചിയാണ് പ്രേതം അല്ലെങ്കിൽ അനിയത്തി അങ്ങനെ കണ്ട എനിക്ക് തോന്നിയത്. അവൻ ആ ചേച്ചി ആ പെണ്ണ് അതൊരു എംപ്ലോയി ആയിരുന്നു കടയില. നമ്മൾ കുളിക്കാൻ നേരത്തേക്ക് അപ്പുറത്തുനിന്ന് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ. അപ്പോൾ ആ എംപ്ലോയി ഇപ്പോൾ പ്രേതമാണ് അങ്ങനെ എനിക്ക് തോന്നിയത് ആയിരിക്കും. ആ എംപ്ലോയി ഇപ്പോൾ നമ്മൾ ഏതോ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു നമ്മൾ അതായത് കുറേ കസ്റ്റമേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ കൈനോട്ടത്തെ എംപ്ലോയിനെ പോലെ തന്നെ ഉണ്ടായി നമ്മളൊക്കെ അറിയാൻ പാടില്ല. അപ്പോൾ ഇത് അമ്മൂമ്മയും പറയണ്ടത് നമ്മൾ അവരെ പോലെയാണ്. ബാത്ത് ഹൗസിന് പ്രേതബാധ പിടിച്ച ബാത്ത് ഹൗസ് കേട്ടോ. കുറേ കാരണങ്ങളൊക്കെ കേട്ടോ. ഓ നമുക്കെന്താ സാധനം തന്നത്? ഇത് കണ്ട നിങ്ങൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റണ്ട സാധനം ഇതിനെവിടെ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ചെറുതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് പൂച്ച, എന്ത് പൂച്ചാണോ? വാങ്ങുക. ഇന്നത്തെ ദിവസം എന്താവും അറിയാൻ പാല് ദിവസമല്ല പാല്. ആ ആൻറ്റി ചേച്ചിക്ക് കല്യാണം എന്ന് പറഞ്ഞു. എന്നാ പാല് അമ്മ ചേച്ചിയുടെ മോളുടെ ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കാൻ ഇച്ചിരി കൂടിയ ബ്രേസ്ലെറ്റാണ്. യോക്കോയാ ചേച്ചി യോക്കോ എന്ന് പറഞ്ഞ കാര്യമാണ് ഗൈസ്. ചേച്ചി പോയടാ പോവാൻ പറ്റില്ല. ചേച്ചിയാണ് പ്രേതം. നമ്മള് വീണ് കേട്ടോ. എന്തൊക്കെയോ സംഭവിച്ചു. ആ ചേച്ചിയാണ് ഇനി പ്രേതം. നമ്മളെ ഓക്കെയാണ്. ഓക്കെ അപ്പൊ വിചാരിച്ചു നമ്മൾ മരിച്ചെന്ന്. കണ്ടതല്ലേ എന്താ സംഭവിച്ചെന്ന്. ഇപ്പൊ നമുക്ക് മരിക്കാൻ പറ്റിയാണ്. എന്താ പുള്ളിക്കാരൻ എന്തോ ഓ അങ്ങ ഡേഞ്ചേഴ്സ് അങ്ങനെയല്ല. ഇവിടൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ അപ്പൂപ്പൻ കണ്ടല്ലേ. കണ്ട പുള്ളിക്കാരൻ കാണാത്ത പോലെ അഭിനയിക്കടാ. വേണ്ട എന്നൊക്കെ പറഞ്ഞണ്ട ഒന്നും കണ്ടിരുന്നോ. നമ്മള് വേണ്ടി പറ്റണില്ലെന്ന് പറഞ്ഞപ്പോ സോറി. പിന്നെ എല്ലാ ദിവസം ആദ്യത്തെ ദിവസം തന്നെ കസ്റ്റമർ സർവീസ് ക്യാൻ ബി ക്വയറ്റ്. ഞാൻ പോകുമ്പോ ഇച്ചിരി കൂടി ദിവസം വർക്ക് ചെയ്യാൻ. നമ്മള് വർക്ക് ചെയ്യൂ. എന്തൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ നമ്മള് വീട്ടിൽ വന്നിട്ടാ I just started the job but I don't think I can continue anymore. ഒരിക്കലും പറ്റിയല്ല. പക്ഷെ ഇന്ന് എൻ്റെ ആളെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്.
നമുക്ക് നിർത്തണം. ഇന്നലെ അത് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൂപ്പനാണ്. ആ ലാൻഡിലോടൊക്കെ ആ അപ്പൂപ്പനാണെന്ന് അയറി വേണ്ടെന്ന്. പിന്നെ എന്നിട്ട് പുള്ളിക്കാരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നമ്മള്. マイナさん പ്രീസ്റ്റ് マイナさんいらっしゃいますか നമ്മളുടെ ഉണ്ടെന്നാ ഉണ്ട്. പ്രീസ്റ്റാടാ. പ്രീസ്റ്റാണോ പ്രേതാണോ പറയാൻ പറ്റിയ പ്രേതം രൂപം പറയൊക്കെ വരും. നമ്മൾ പകുതി പറഞ്ഞു നോക്ക്. പ്രീസ്റ്റാടാ. ああよかった ഗ്രേറ്റ്. あなたのことでとても重要な話があります。今から銭湯の地下に来てください。ボイラー室に地下への扉があるので ഓക്കെ くれぐれも大家に見つからないように。 ഓക്കെ എടാ നമ്മളുടെ അടുത്ത് പ്രീസ്റ്റ് വന്നിട്ട് പറഞ്ഞ് ബാത്ത് ഹൗസിലേക്ക് പോകാം. ബാത്ത് ഹൗസിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ ആരായിരുന്നു ലാൻഡിലോടില്ല നമ്മുടെ അപ്പൂപ്പൻ അറിയാതെ ബാത്ത് ഹൗസിലേക്ക് പോയിട്ട് അതിൻ്റെ അടിയിൽ ബേസ്മെൻറ്റിലേക്ക് പോകാൻ പക്ഷേ അപ്പൂപ്പൻ്റെ കണ്ണിപ്പെടില്ലെന്ന് പറഞ്ഞേക്കണം. അതൊക്കെയാണ് ശബ്ദം കേൾക്കണം ഇവിടെയൊക്കെ. എന്തോ സീക്രട്ടാണെന്നാ പറഞ്ഞേക്കണം. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ വെച്ച് വീഡിയോ എടുത്ത് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്തിനാണ് വല്ലാത്ത ശബ്ദം എന്താണ് ഗായ്സ്? ഞാനിവിടെ വെച്ച് വീഡിയോ എടുത്താണ് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ശരി സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പാർട്ട് 5 ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.